നമഃ ശിവായ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സൃഷ്ടിനാടകരചന മാറ്റമില്ലാത്ത യാത്രയാണ്. വിദ്യ, അവിദ്യ ഇവ രണ്ടും ചേർന്ന സൃഷ്ടിയിലെ സത്യത്തിന്റെ അറിവിനെ വേർതിരിക്കാവുന്നതാണ് ഈ ത്രിലോക് സൃഷ്ടി. ഈ യാത്രയിലടങ്ങിയ സത്യത്തിന്റെ പാതയിലെ മനുഷ്യാവതാരങ്ങൾ സൃഷ്ടിരചനയിലെ സത്യത്തിന്റെ മാർഗത്തെ തന്നിലേക്കു പകർത്തി ആ അറിവ് നമുക്കു നൽകി അതിനെ നമ്മിൽ പ്രകാശിതമാക്കിത്തരുന്നു. ദേവതാസംസ്കാരം അഥവാ സുഖത്തിന്റെ അറിവ് മറ്റുള്ളവർക്കു ദാനമായി നൽകി വന്ന പരമാത്മാവിന്റെ പ്രതിനിധിയായി ജനിച്ച ശ്രീനാരായണഗുരുവിന്റെ ജന്മനാടും അതിനോടു ചേർന്ന ജന്മങ്ങളും ഇന്നും മനുഷ്യമനസ്സുകളിൽ മറയാതെ സ്മരണകളിലൂടെ നിലകൊള്ളുന്നതിനു കാരണം ആ പ്രത്യേക ജന്മവിശേഷമാണ്. കർമാതീതമായ ഒരു അവസ്ഥയിലെത്തി കർമ്മപാപങ്ങളെ അകറ്റി ആത്മാവും ശരീരവും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്നതാണ് വികർമ്മത്തിനു അതീതമായ സകർമ്മത്തിന്റെ അവസ്ഥ. ഈ കർമ്മങ്ങൾ പാപവിമുക്തമാകുന്നു. ഈ അവസ്ഥ കഴിഞ്ഞുള്ള കർമ്മയോഗിയുടെ യാത്ര സ്ഥൗലലോകത്തെ പുനർജന്മം അവസാനിപ്പിച്ച് സൂക്ഷ്മരൂപം പ്രാപിക്കുന്നു. സൃഷ്ടിരചനയിലെ അടുത്ത ഭാഗമായ പവിത്രതയേറിയ ഈ സൂക്ഷ്മരൂപം സൂക്ഷ്മലോകത്തു വസിച്ചുകൊണ്ട് ഈ ലോകത്തെ ഉദ്ധരിക്കുവാനുള്ള കർമ്മത്തിൽ വ്യർത്ഥമാകുന്നു. സൂക്ഷ്മമായി തന്റെ പ്രവർത്തികൾ ചെയ്യുവാൻ സ്ഥൗലദേഹവാസികളായ മറ്റു ആത്മാക്കൾക്കു പ്രേരണ നൽകി അവരിലൂടെ വീണ്ടും ലോകത്തിനു സത്യമാർഗത്തിന്റെ അറിവ് പകരുന്നു. സ്ഥൗലാവസ്ഥ കഴിഞ്ഞ് സൂക്ഷ്മാവസ്ഥ സ്വീകരിച്ച് സൃഷ്ടിനാടകത്തിലെ സൂക്ഷ്മമായ തന്റെ ബാക്കി കർമ്മങ്ങളുടെ കടമകളും നിർവഹിച്ച് പരമാത്മാവിലേക്കു തിരികെയെത്തുന്ന യാത്രയുടെ പൂർത്തീകരണത്തിലേക്ക് ഈ അവതാരജന്മം അവസാനം തജ്ജ്യോതി സ്വരൂപത്തിൽ എത്തിച്ചേരുന്നു. ഈ യാത്ര പരമാത്മാവിൽ അവസാനിക്കുന്നത് യാത്ര തുടങ്ങിയ അനാദിരൂപമായ ആത്മസ്വരൂപ പ്രാപ്തിയിലെത്തുമ്പോഴാണ്. സ്വശരീരം വിട്ട് സൂക്ഷ്മശരീരപ്രാപ്തി നിലനിർത്തുന്ന ആ നിശ്ചിത അവസ്ഥയെയാണ് സമാധിയെന്നു പറയുന്നത്. ഇതിൽ കർമാതീത അവസ്ഥയിൽ നേടിയ പവിത്രതയുടെ പ്രാപ്തിയാണ് അവതാരപുരുഷനായ ശ്രീനാരായണഗുരുവിന്റെ മഹാസമാധി. ഇന്നു ആ സ്മരണയ്ക്കു മുൻപിൽ പാദനമസ്കാരം അർപ്പിക്കുന്നു.